ഹലോ ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള എന്റെ ഒരു വ്ളോഗിലേക്ക് എവർക്ക് സ്വാഗതം. ഡെയിലി ഓരോ വീഡിയോ വെച്ചിടണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ ഉള്ളിലെ മടി അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് ഒരാഴ്ചത്തേക്ക് എനിക്കൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു വാട്ടർ ഈറ്റിംഗ് ഡേ ആണ്. അതെ ഗൈസ്, ഞാൻ ഇന്ന് എന്തെല്ലാം തിന്നു കാണിച്ചു. അപ്പൊ രാവിലെ തന്നെ ഐശ്വര്യം പറ്റി ഞാനൊരു 5 സ്റ്റാറിൽ അങ്ങ് തുടങ്ങി. എങ്കിലും ഞാൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് ഉറങ്ങിപ്പോയാൽ അതെന്റെ അലാറം അടിക്കാൻ ലേറ്റ് ആയാലും എന്നെ കറക്റ്റ് ടൈമിൽ വിളിച്ചുള്ള എന്നെ ഡ്യൂട്ടിക്ക് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ വട്ടം ഞാൻ മുതലാളി ചീത്തയെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് അതുകൊണ്ട് മാത്രമല്ല, മുതലാളിന്റെ അടുത്ത് ഓക്കും ചീത്തയേക്കും. ഇന്നിപ്പോ രാവിലെ തന്നെ നല്ല മഴ പെയ്ത് അങ്ങ് പോയി. ഇന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചായയും ചിക്കൻ റോളും. അതങ്ങനെ അകത്താക്കി അതൊന്നും ദഹിക്കോളം കുറച്ചേരം കുത്തിരുന്ന് പത്രങ്ങ് വായിച്ചു. പിന്നെ അപ്പുറത്തെ കടയിൽ പോയി ഒരു ലിച്ചിങ് വാങ്ങി. പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് ഒന്നും അതിന് ഇല്ലേനു. അങ്ങനെ ഇന്നത്തെ ഈ ക്ലിനിക്കിലെ ഡ്യൂട്ടി അങ്ങ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്ന അടുത്ത ക്ലിനിക്കിൽ പോയി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുതലാളിക്കാണ് തട്ടേട പോലെ കുറെ ക്ലിനിക്കുള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തെ സ്റ്റാഫ് ഇല്ലാട്ടാവുമ്പോൾ നമ്മളിങ്ങനെ പോയി സഹായിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു 5 മിനിറ്റ് നടന്ന് ഞാൻ റോട്ടുമിലെത്തും. നല്ലോണം നനങ്ങി നടന്ന 3 മിനിറ്റ് മതി റോട്ടുമിലെത്താൻ. അങ്ങനെ കറക്റ്റ് ടൈമിൽ ഓട്ടോക്കാരൻ എത്തിക്ക്. ഫൈനലി ഞാൻ ക്ലിനിക്കിലെത്തി. ഇനി കാഷ്വാലിറ്റി ഫുൾ ആയിട്ട് നടന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ ബാക്കിയുണ്ടോ നോക്കലാണ് ഇനി എന്റെ പണി. കുറച്ചേരം നടക്കേണ്ടി വന്നുള്ളൂ. അപ്പത്തേക്ക് പേഷ്യന്റ് പിന്നെ അങ്ങോട്ട് കുറച്ചേരം ഞാൻ നല്ലോണം അങ്ങ് പണിയെടുത്തു. എല്ലാം കഴിഞ്ഞ ഒന്ന് കുത്തിരുന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങ് കുടിച്ചു. പിന്നെ അപ്പുറത്തെ കടയിൽ പോയി ഒരു മസാല ബോണ്ടയും വാങ്ങി അതങ്ങ് കഴിച്ചതായിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി. ഇനി അത് കുടിക്കണം. ഈ കാക്കയാണ് ഈ ക്ലിനിക്കിലെ മെയിൻ. കാക്ക കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ക്യാമറ എല്ലാം മാന്തി പൊളിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പയമ്പൊരി തിന്നായിരുന്നു. ഇന്ന് തീർന്നപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ളത് ഓർമ്മയായത്. അങ്ങനെ ഏകദേശം പോകാനൊരു ടൈമായി. അതിന് മുന്നേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെ പോകാനുള്ള വണ്ടി ഇന്ന് അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ ബൈ ബൈ.